ഹലോ സ്റ്റുഡൻസ്, വെൽക്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് യൂസിങ് ഗ്രാഫിക്കൽ മെത്തേഡാണ് നോക്കുന്നത്. കണ്ടിന്യൂവേഷൻ വീഡിയോ ആണ്. ഇതിനു മുൻപ് ഞാൻ 1-2 വീഡിയോസ് ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യുന്ന ടൈപ്പ് മിനിമൈസേഷൻ യൂസിങ് 2 കൺസ്ട്രെയിൻസ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, കൂടാതെ 2 കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. മിനിമൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഈ ടൈപ്പാണ് നമ്മളിന്ന് നോക്കുന്നത്. നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻ നോക്കാം. മിനിമൈസ് ഗിവൺ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഈ തന്നിരിക്കുന്ന ഈ ഒരു z is equal to 4x1 plus 6x2 എന്ന് പറയുന്നതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ഇതാണ് കൺസ്ട്രെയിൻസ്. ഈ 2 എണ്ണമാണ് നമ്മളുടെ കൺസ്ട്രെയിൻസ്. 2 കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മിനിമൈസ് ചെയ്യാനുള്ള ഒബ്ജക്റ്റീവ് ഫംഗ്ഷനാണ്. കൺസ്ട്രെയിൻസ് തന്നിട്ടുള്ളത് രണ്ടും ഗ്രേറ്റർ ദാൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് തന്നേക്കുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ. നോൺ നെഗറ്റിവിറ്റി കൺസ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. ഇതുപയോഗിച്ച് നമ്മൾ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ഗ്രാഫിക്കൽ മെത്തേഡിൽ എങ്ങനെ സോൾവ് ചെയ്യുമെന്ന് നോക്കാം. നമുക്ക് തന്നേക്കുന്ന 2 കൺസ്ട്രെയിൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് കൺസ്ട്രെയിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്നും രണ്ടാമത്തതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നും വിളിക്കുന്നു. നൗ സൊല്യൂഷൻ. ടേക്കിംഗ് ഇക്വേഷൻ നമ്പർ 1. ടേക്കിംഗ് ഇക്വേഷൻ നമ്പർ 1, ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കുന്നു. അതിനെ ഇനീക്വാലിറ്റീനെ ഈക്വാലിറ്റി ആക്കുന്നു. എങ്ങനെയാണ് ഇനീക്വാലിറ്റീനെ ഈക്വാലിറ്റി ആക്കുന്നത്? മേക്കിംഗ് ഇനീക്വാലിറ്റി ഈക്വാലിറ്റി. നമ്മളിവിടെ വേറെ ഒന്നും ചെയ്യുന്നില്ല. ആ ഇനീക്വാലിറ്റിയെ നേരെ ഈക്വാലിറ്റി ആക്കി എഴുതുന്നു, അത്രേ ഉള്ളൂ. x1 പ്ലസ് x2 ഈസ് ഈക്വൽ ടു 8. ഇത്രയും കിട്ടി. when x1 is equal to 0, x1 0 കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കാം. x1 ഇവിടെ 0 കൊടുക്കുമ്പോൾ 0 പ്ലസ് x2 is equal to 8, which means x2 is equal to 8 എന്ന് കിട്ടി. ഇതുപോലെ when x2 is equal to 0, ഇവിടെ x2ന് 0 കൊടുക്കുമ്പോൾ x1 plus 0 is equal to 8, x1 is equal to 8. അപ്പോൾ നമുക്ക് 2 ഉത്തരങ്ങൾ കിട്ടി. ഇതിനെ ഞാനൊരു ബോക്സ് കോളത്തിൽ എഴുതുകയാണ്. എങ്ങനെ എഴുതാം? x1 x2. x1ന് ഞാൻ 0 കൊടുത്തപ്പോൾ x2ൻ്റെ വാല്യൂ 8 എന്ന് കിട്ടി. x2ന് 0 കൊടുത്തപ്പോൾ x1ൻ്റെ വാല്യൂ 8 എന്ന് കിട്ടി. നമ്മൾ ഇതൊരു ഓർഡേർഡ് പെയർ, അതായത് ഒരു ലൈനിൻ്റെ ഇക്വേഷനായിട്ട് എഴുതുമ്പോൾ, അതായത് ഒരു പോയിൻ്റ് ആയിട്ട് എഴുതുവാണെങ്കിൽ x1 0, 8 ഇങ്ങനെയാണ് ഈ ഓർഡർ, ഈ ഒരു പോയിൻ്റ് ഇക്വേഷനായിട്ട് വരുന്നത്. ഇതിന് 8 0. അതായത് ഈ ഒരു ഇനീക്വാലിറ്റിന് ഈക്വാലിറ്റി ആക്കിയതിന് ശേഷം സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 0 8 8 0 എന്ന് പറയുന്ന 2 പോയിൻറ്റ്സ് ലഭിച്ചു. ഒരു ലൈനിൻ്റെ 2 എൻഡ് പോയിൻറ്റ്സ് ആണത്. അതുപോലെ നൗ ടേക്കിംഗ് ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ 2 എടുക്കാം. ഏതാണ് ഇക്വേഷൻ 2? 6x1. അപ്പോൾ അതിൻ്റെ ഇനീക്വാലിറ്റിന് ഈക്വാലിറ്റി ആക്കണം. അപ്പോൾ മേക്കിംഗ് ഇനീക്വാലിറ്റി ഈക്വാലിറ്റി. നേരത്തെ തന്നിരിക്കുന്ന ഇനീക്വാലിറ്റിനെ നേരിട്ട് അങ്ങോട്ട് ഈക്വാലിറ്റി ആക്കുക. 6x1 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 12 എന്ന് കൊടുക്കാം. നേരത്തെ എഴുതിയതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് വെൻ x1 ഇസ് ഈക്വൽ ടു 0, ഇവിടെ x1 0 കൊടുത്തു. അപ്പോൾ 0 പ്ലസ് x2 ഇസ് ഈക്വൽ ടു 12. നൗ x2 ഇസ് ഈക്വൽ ടു 12 എന്ന് ലഭിക്കുന്നു. നൗ വെൻ x2 ഇസ് ഈക്വൽ ടു 0, ഇതിൽ x2 0 കൊടുക്കുമ്പോൾ 6x1 plus 0 is equal to 12. 6x1 is equal to 12. x1 is equal to 12 by 6 is equal to 2, which means x1 is equal to 2.
ഇതിനെ നമുക്കൊരു ബോക്സ് കോളത്തിൽ എഴുതാം. x1 x2. x1ന് ഞാൻ 0 കൊടുക്കുമ്പോൾ x2 വാല്യൂ കിട്ടുന്നത് 12 ആണ്. x2ന് 0 കൊടുക്കുമ്പോൾ x1ൻ്റെ വാല്യൂ കിട്ടുന്നത് 2 ആണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന നമ്മളുടെ രണ്ട് n പോയിൻറ്റ്സ് എങ്ങനെയാണ് വരുന്നത്? 0യും 12ഉം, 0 and 12. രണ്ടാമത്തെ പോയിൻറ്റ്സ് ഏതാണ്? 2 0. അപ്പോൾ നമുക്ക് രണ്ട് പോയിൻറ്റ്സ് ലഭിച്ചു. 0 12 എന്ന് പറയുന്ന ഒരു പോയിൻറ്റും 2 0 എന്ന് പറയുന്ന രണ്ട് പോയിൻറ്റും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് 0880 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടി. സെക്കൻഡ് ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ 0 12 12 0 എന്ന് പറയുന്ന പോയിന്റ് ലഭിച്ചു. നമ്മൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന ഈ കിട്ടിയേക്കുന്ന പോയിൻറ്റ്സിനെ നമ്മൾ ഒരു ഗ്രാഫിക്കൽ മെത്തേഡിലേക്ക്, ഒരു ഗ്രാഫിലേക്ക് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ഉദ്യമം. അപ്പോൾ അതിന് ഞാനൊരു ഗ്രാഫ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് എക്സ് ആക്സിസ് ആണ്. 0 തുടങ്ങി 10 വരെ വാല്യൂസ് കൊടുത്തു. എങ്ങനെയാണ് വാല്യൂസ് കൊടുക്കേണ്ടതിന് വേണ്ടിയിട്ട് ഇവിടെ ഇതാണ് നമ്മളുടെ എക്സ്, 0യും 8ഉം. അപ്പോൾ നമുക്ക് മാക്സിമം ഇവിടെ 8 വാല്യൂ വരെ കൊടുക്കണം. ഇവിടെ 12, ഇത് എക്സ് വാല്യൂ ഇതാണല്ലോ. ഇവിടെ 2ഉം 0യും 2ഉമാണ്. അപ്പോൾ മാക്സിമം നമുക്ക് വന്നേക്കുന്ന വാല്യൂ 8 ആണ്. അപ്പോൾ എക്സിൽ നമുക്ക് 8 വരെ വാല്യൂ കൊടുക്കണം നമുക്ക് മനസ്സിലായി. ഇനി വൈ നോക്കിയേ. വൈയിൽ ഇതാണല്ലോ ഇത് എക്സ്, ഇത് വൈ. ഇവിടെ 8ഉം 0മാണ്, 12ഉം 0മാണ്. അപ്പോൾ നമുക്ക് മാക്സിമം എത്ര വാല്യൂ വരെ വന്നിട്ടുണ്ട്? 12 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ 12 വരെ ഞാൻ നോട്ട് ചെയ്ത് കൊടുത്തു. നമുക്കിനി ഈ കിട്ടിയേക്കുന്ന പോയിൻറ്റ്സ് ഇതിൽ വാല്യൂ എക്സിലും വൈയിലും പ്ലോട്ട് ചെയ്യാം. 08 എന്ന് പറയുന്ന പോയിൻ്റാണ് നമ്മുടെ ആദ്യത്തെ പോയിൻറ്റ്, 08. അപ്പോൾ ഈ 08 എന്ന് പറയുന്നത് എങ്ങനെ പ്ലോട്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കാം. 0 എന്ന് പറയുന്നത് നമ്മളുടെ എക്സ് ആക്സിസിലെ പോയിൻ്റാണ്. നമ്മളുടെ എക്സ് ആക്സിസിൽ 0 എന്ന് പറയുന്ന പോയിൻറ്റും പറയുന്ന ആ ഒരു വാല്യൂവും വൈ ആക്സിസിൽ 8ഉം, 0 8 എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ പോയിൻറ്റ്. ഈ വാല്യൂവിൻ്റെ ഈ ഒരു പോയിൻറ്റിൻ്റെ പേരാണ് 08. എക്സിൽ 0, വൈയിൽ 8. അടുത്തത് 8 0 എന്നുള്ളതാണ്. എക്സിൽ 8ഉം വൈയിൽ 0. അപ്പോൾ അതായത് ദിസ് ഇസ് 80. അപ്പോൾ 08ഉം 80യും ഈ രണ്ട് പോയിൻറ്റുകൾ തമ്മിൽ നമുക്ക് യോജിപ്പിക്കാം. ഈ രണ്ട് 0880 80 ഇത് തമ്മിൽ ഞാൻ ഒരു ലൈൻ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈൻ വെച്ച് ജോയിൻ ചെയ്യുകയാണ്. ഓക്കെ, ഇനി അടുത്തത് ഇത് രണ്ട് കഴിഞ്ഞു. ഇനി ഇതാണ് നമ്മൾ ഈ ലൈൻ പോയിൻറ്റ്സ് എടുക്കുന്നത്. ഏതാണ്? 0 12. എക്സിൽ 0, വൈയിൽ 12 ഈ പോയിൻ്റാണ് 0 12. ഇനി ഇവിടെ 2 0. എക്സ് ആക്സിസിൽ 2ഉം വൈ 0യും. അപ്പോൾ ഇതാണ് ഈ പോയിൻറ്റ് 2, 0 ആണ്. ഇനി ഇത് രണ്ടും തമ്മിൽ സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ഞാൻ ജോയിൻ ചെയ്യുകയാണ്. സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യുന്നു. ഓക്കെ, കഴിഞ്ഞു. അപ്പം നമ്മൾ ആദ്യം വരച്ച ഫസ്റ്റ് ഇക്വേഷൻ x1 + x2 > 8 അതിൻ്റെയാണ് 0880. അതായത് നമ്മളുടെ ഈ പോയിൻറ്റ്, ഈ ലൈൻ, ഇത് നമ്മളുടെ രണ്ടാമത്തെ ലൈൻ്റെയാണ്, രണ്ടാമത്തെ കൺസ്ട്രെയിൻ്റെയാണ്. അപ്പോൾ രണ്ടും പോയിൻറ്റ്സ് 1ൻ്റെയും 2ഉം മാർക്ക് ചെയ്തു. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് തന്നിരിക്കുന്ന കൺസ്ട്രെയിൻസ് നോക്കാം. x1 + x2 > 8 എന്നുള്ളതാണ് ഫസ്റ്റ് കൺസ്ട്രെയിൻ. ഇതാണ് ഫസ്റ്റ് കൺസ്ട്രെയിൻ. ഇതിനേക്കാളും വലുത് x1 + x2 തന്നിരിക്കുന്നത് എങ്ങനെയാണ്? x1 + x2 > 8 എന്നാണ്. > 8 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മളുടെ ഫീസിബിൾ റീജിയൻ വരുന്നത്, ഇതിൻ്റെ മുകളിലേക്ക്. അടുത്തതും എന്താണ്? 6x1 + x2 > 6. 6x1 + x2 > 6 എന്നാണ്. ഇതും > 6 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ്റെ മുകളിലേക്ക് നമുക്ക് വരച്ച് നോക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ്റെ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടെല്ലാം വരും. അതായത് ഈ ഫസ്റ്റ് ലൈൻ്റെ മുകളിലേക്കുള്ളതെല്ലാം.
ഇനി സെക്കൻഡ് ലൈനിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ ഈ ലൈനിൻ്റെ മുകളിലേക്ക് ഈ ലൈൻ, അപ്പോൾ ഇതിൽ പെട്ടിട്ടില്ല, ഈ ലൈനിൻ്റെ മുകളിലേക്കുള്ളതെല്ലാം 2ൻ്റെ മുകളിലേക്കുള്ളതെല്ലാം എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ 2 ക്രൈറ്റീരിയ മീറ്റ് ചെയ്തിട്ടുള്ള ഏരിയ ഞാൻ ഇവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ എന്താണ് അൾട്ടിമേറ്റ്ലി ഫസ്റ്റ് ഇത് കഴിഞ്ഞപ്പോൾ, ഫസ്റ്റ് ഇക്വേഷൻ ഫസ്റ്റ് ലൈൻ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇക്വേഷൻ ലൈൻ നമ്പർ 1ൻ്റെ മുകളിൽ ഉള്ളതെല്ലാം എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ ലൈൻ നമ്പർ 1ൻ്റെ മുകളിലുള്ളത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഈ ഒരു പോർഷൻ അതിൽ പെട്ടിട്ടില്ല. അപ്പോൾ അത് ഞാൻ സെക്കൻഡ് ലൈനിൽ പെടാത്തത് കൊണ്ട് അത് ഞാൻ മായ്ച്ച് കളയേണ്ടി വന്നു. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് കൺസ്ട്രെയിൻ എടുക്കുമ്പോൾ ഈ ഏരിയ അതിൽ പെട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതും നമ്മളുടെ ഫീസിബിൾ ഏരിയയിൽ പെടാത്ത ഏരിയ ആയതുകൊണ്ട് അതും നമ്മൾ മായ്ച്ച് കളയണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന രീതി ഇതാണ്. നമ്മൾ ആദ്യം തന്നെ നമുക്ക് തന്നേക്കുന്ന ആ ഒരു കൺസ്ട്രെയിൻ അനുസരിച്ച് നമ്മൾ വരയ്ക്കുന്നു. അതിനുശേഷം ഏതാണോ നമ്മളുടെ ഏരിയയിൽ പെടാത്തത് അത് മായ്ച്ച് കളയുന്നു. ഒരിക്കൽ കൂടി പറയാം. ഫസ്റ്റ് ഇക്വേഷൻ അനുസരിച്ചിട്ട് ഈ ഒരു ലൈനിൻ്റെ മുകളിലുള്ള ഏരിയ മാത്രമാണ് ഷെയ്ഡ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയ ഷെയ്ഡ് ചെയ്തിരുന്നു. പക്ഷേ രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുമ്പോഴേക്കും ഈ ഒരു ഏരിയ ഇവിടെ നിങ്ങോട്ടുള്ള എല്ലാ ഏരിയയും വരണം. പക്ഷേ ഈ ഒരു ഏരിയ ഫസ്റ്റിൽ പെടാത്തത് കൊണ്ട് ഈ ഏരിയയും ഞാൻ അത് മായ്ച്ച് കളയാണ്. ആക്ച്വലി നമ്മളുടെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ഇവിടുന്ന് മുകളിലേക്ക് മാത്രം. സോ ദിസ് ഇസ് ആർ ഫീസിബിൾ റീജിയൻ. ഇനി നമുക്ക് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നോക്കാം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്താണ്? മിനിമൈസ് ഇസെഡ് ഇസ് ഈക്വൽ ടു 4x1 + 6x2 എന്നുള്ളതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതായത് ഇതിൽ മിനിമം പോയിൻ്റാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ 3 പോയിൻറ്റ്സും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് 0, 12 ഓൾറെഡി അറിയാം. ഇനി ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതിൻ്റെ വാല്യൂ നമുക്ക് ഈ ഒരു പോയിൻറ്റിൻ്റെ വാല്യൂ താഴേക്ക് വരുമ്പോൾ ഇത് ഏതാണ്ട് 0.8 വരുന്നുണ്ട്. ഇവിടെ ഏതാണ്ട് 7.2. അപ്പോൾ ഇതിനെ ഞാൻ 0.8 എന്നും 7.2 എന്നും വിളിക്കുന്നു. എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇവിടെ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്യുക, ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെയായിട്ട് കിട്ടും. അത് എത്രയാണെന്നുള്ളത് നമ്മളുടെ ഗ്രാഫിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഒരിക്കൽ കൂടി എടുത്തെഴുതാം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഏതാണ്? മിനിമൈസ് z is equal to 4x1 plus 6x2 out of 3 different points. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്? ഒരു എൻ പോയിൻ്റ് ഇതാണ് 0, 12. രണ്ടാമത്തെ പോയിൻ്റ് ഏതാണ്? 8, 0.8ഉം 0, 12, 0.8, 7.2. മൂന്നാമത്തെ പോയിൻ്റ് 80, ഇത് 80. സോ ഇസെഡ്, ഈ 3 വാല്യൂവിലുള്ള ഇസെഡ് കണ്ടുപിടിക്കണം. സോ ഇവിടുത്തെ ഇസെഡ് ഇസ് ഈക്വൽ ടു ഇസെഡ് 0, 12 is equal to 4 into 0 plus 6 into 12. That is equal to 6 into 12. That is equal to 72. 6 into 12. ഇത് 0 ആയിപ്പോയി. 72 കിട്ടി. Now ഇവിടെയും Z 0.8, 7.2. That is equal to 4 into 0.8 plus 6 into 7.2. 4 into 0.8 എന്ന് പറയുന്നത് 3.2ഉം 6 into 7 എന്നുള്ളത് 43.2 കിട്ടും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 46.4. ഇതാണ് Z at 0.8 and 7.2. ഇനി Z at 80, ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 4 into x1, 4 into 8 plus
6 ഇൻറ്റു 0. അപ്പോൾ 8 4s are 32. നമുക്ക് 3 വാല്യൂസ് കിട്ടി. ഇതിലേറ്റവും മിനിമം നമ്മൾ കണ്ടുപിടിക്കുന്ന മിനിമമാണ്. മിനിമം വാല്യൂ ഏതാണ്? 32 ആണ്. സോ ദിസ് ഈസ് ദ മിനിമം. ഇതാണ് നമ്മുടെ മിനിമം വാല്യൂ. സോ നമ്മുടെ ഒപ്റ്റിമം സൊല്യൂഷൻ 83 എന്ന് പറയുന്ന സൊല്യൂഷനാണ്, 80 എന്ന് പറയുന്ന സൊല്യൂഷനാണ്. സോ ദിസ് ഇസ് ആ മിനിമം വാല്യൂ. സോ optimum solution that is equal to 80, where x1 is equal to 8 comma x2 is equal to 0 and z optimum is equal to 32. ഇത്രയും എഴുതിയാൽ നമ്മളുടെ ഉത്തരമായി. അപ്പോൾ എങ്ങനെയാണ് ഗ്രാഫിക്കൽ മെത്തേഡ് വഴി ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് മെത്തേഡ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. സോ ഒരിക്കൽ കൂടി വീഡിയോ ഒന്നും കൂടി കാണുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ഞാൻ കുറച്ചധികം ഓൾട്ടർനേറ്റീവ് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ മാർക്ക് മേടിക്കാവുന്നൊരു ടോപ്പിക്കാണ്. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.